തൊപ്പിനെ പറ്റി രണ്ടുപേരും റാപ്പ്. തൊപ്പിനോട് കളിക്കാൻ നിക്കട്ട മോനെ കടിച്ച് നിലത്തിട്ട് കളിച്ചിട്ട് ലൈൻ കട്ട് അല്ല എനിക്ക് ഇങ്ങനെ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ടാവും. ഒന്ന് പെട്ടെന്ന് ഫ്രീ സ്റ്റൈൽ പരിപാടി പെട്ടെന്ന് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ കുറെ ചിന്തിച്ച് ഞാൻ വെച്ചാല് കുറച്ച് ചിന്തിച്ച് എങ്ങനെ. അപ്പൊ നീ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഈ സ്ഥലം? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ താഴേന്ന് ഒന്നാമത്തെ കാര്യം ഞാൻ ഈ വീട്ടിൽ കൂടുതൽ സമയം ഉണ്ടാവില്ല. അല്ല, ഞാൻ വേറൊരു താമസ സ്ഥലമുണ്ട്, അപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ ഞാൻ കൂടുതൽ അവിടെ ആയിരിക്കും. പക്ഷെ ഞാൻ ഇവിടെ വരുന്ന സമയത്തെല്ലാം താഴെ അല്ലാണ്ട് ഞാൻ മുകളിലേക്ക് അധികം കയറില്ല. അപ്പൊ ഇവരെല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവരെ ജോലികൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് എന്താ ചെയ്യുന്നത് ഇതൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ഇതുവരെ ചോദിച്ചിട്ടുമില്ല. അപ്പൊ നീ എന്താ ചെയ്യല്? അല്ല ചെയ്യല് ഇതന്നെ. പിന്നെ നമ്മളെ തട്ടിക്കൂട്ട് എഡിറ്റിംഗ് പരിപാടി ഉണ്ടല്ലോ. കാരണം കുക്കിംഗ് എന്ന് പറഞ്ഞ വന്ന സമയത്ത് ഞാൻ എഡിറ്ററും കൂടി ടെക്നിക്കലും കൂടി അറിയാന്ന് പറഞ്ഞിട്ട് ഒരു ലൊട്ടയും എനിക്ക് അറിയില്ല. അപ്പൊ അതിന്റെ ചെറിയ പരിപാടി കാര്യങ്ങള് പിന്നെ ഇതേപോലെ തന്നെ റാപ്സ് കാര്യം ഇത് അതന്നെ നമ്മളെ അങ്ങനത്തെ ഒക്കെ ആയിട്ട്. ഇനി വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്ലേസ്, ഏറ്റവും ഇമ്പോർട്ടന്റ് പ്ലേസിലേക്ക്, അതായത് മമ്മൂന്റെ റൂം. മോനെ മമ്മൂന്റെ റൂം എന്ന് പറഞ്ഞാൽ അതൊരു റൂമാണ്. അതിന് വേണേ നമുക്ക് ബാൽക്കണി കാണിക്കാം. ബാൽക്കണി വേണേ നമുക്ക്, ഇതാ നമ്മളെ ബാൽക്കണി കേട്ടോ. നമുക്ക് ഇവിടുന്ന് സത്യം പറഞ്ഞാൽ നമ്മളെ വീടിന്റെ ചുറ്റും ആ ഒറ്റ വീട് മാത്രമേ ഉള്ളൂ, ചുറ്റും വേറെ ഒറ്റ വീടില്ല. ബാക്കിലായാലും ഫ്രണ്ടായാലും മൊത്തം ഒരു കുറെ 100-150 മീറ്ററോളം ഒരു വീടുകളും ഇല്ല. അപ്പൊ ഇവിടെ എന്തോ ഒച്ചപ്പാട് എത്ര സൗണ്ടിലും ആണെങ്കിൽ ഈ ഒരു ഏരിയ സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുന്നേ പ്രൈവസിയാണ്. മുന്നേ നിന്നിരുന്ന സ്ഥലങ്ങളിലെല്ലാം ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വരുന്നത് തൊട്ടടുത്തടുത്ത് വീടുകളുള്ളതുകൊണ്ട് അവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ലൈവും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് അത്രയും നമ്മൾ തപ്പി കണ്ടുപിടിച്ച ഒരു സ്ഥലമാണ്. അതായത് ഒരുപാട് സ്ഥലത്ത് തപ്പി കുറെ സ്ഥലത്ത് നമുക്ക് 2-3 മാസം നമ്മൾ ഈ വീട് തപ്പി നടന്നിട്ട് നമുക്ക് കിട്ടിയ. കാരണം ചുറ്റും വീടുകളില്ലാത്ത അത്യാവശ്യം ഇത് പ്രൈവസി ഉള്ള ഒരു സ്ഥലമാണ് നമ്മൾ തപ്പിക്കൊണ്ടത്. അങ്ങനെ ഇതാക്കിയ ഇപ്പൊ ആകെ ഉള്ള ഒരു വീട് എന്ന് പറഞ്ഞാൽ ആ വീടാണ്. ആ വീട് എന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല, സപ്പോർട്ടാ. വലിയ സപ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല, അവരെ കാര്യങ്ങൾ നോക്കിയിട്ട് പോകുന്നത്. അവരങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ചുറ്റും വീടുകളില്ല, 100-150 മീറ്ററോളം ചുറ്റും. ഇപ്പുറത്തെ ഭാഗത്തല്ല, ബാക്കിലെ ഭാഗത്തെന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര വലിയ കാടാ. മീൻസ് ഒന്നുമില്ല, കാലി ഏരിയ. രാത്രിയിലും പേടിയാവും. ഒരു പ്രേതം വൈബുള്ള ഒരു സ്ഥലം. രാത്രിയാണെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നു. കുറെ പാമ്പുകളും ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ ബാൽക്കണി. അയൽവാസികളോടൊക്കെ എങ്ങനെയാ? അയൽവാസികളോട് പറഞ്ഞാൽ ആകെയുള്ളത് ഒറ്റ അയൽവാസിയാ. പുള്ളി എന്ന് പറഞ്ഞാൽ അവിടെ ഒറ്റക്ക് താമസിക്കുന്ന ആളാന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ആരൊക്കെ ഉള്ളതെന്ന് പോലും നമുക്ക് അറിയില്ല അല്ലെ. നമ്മൾ ഇതുവരെ ആളെ കണ്ടിട്ട് അങ്ങനെ അവിടെ ആൾ താമസം ഉണ്ടോന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം ഡ്രസ്സൊക്കെ അലക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ അതെ, ചേച്ചിയുടെ ഡ്രസ്സൊക്കെ ഞാനിവിടെ കാണുന്നു. അവിടെ ഡ്രസ്സ് കണ്ടിട്ടാണ് ആൾക്കാരുണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. അല്ലാണ്ട് അവിടെ ഉള്ള ആൾക്കാരായിട്ട് നമുക്ക് പരിചയമോ ഇതോ ഇല്ല. അത് നല്ലതാ. അപ്പുറത്തിപ്പുറത്തെ ആൾക്കാർ നമ്മളെ കാര്യം അവർ നോക്കുന്നില്ല, അവരാരും നമ്മൾ നോക്കുന്നില്ല. അങ്ങനെ ഒരു പ്രൈവസി നല്ലതാ. ഇങ്ങോട്ട് മാറിയിട്ട് ഇപ്പൊ എത്ര നാളായി? നമ്മള് 6 മാസമായോ? 5 4 മാസമായിട്ടുള്ളൂ. 4 മാസമായിട്ടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ. ഇനി ഓക്കെ മെയിൻ റൂം കമോൺ. നമ്മള് മമ്മൂന്റെ റൂമിലേക്ക് പോയത്. മമ്മൂന്റെ റൂമിൽ വിളിക്കാണ്ട് കയറി മമ്മൂ ചൂടാവും. ഇതെന്താ മോളെ മൂക്കൊന്ന് പൊത്തിയിട്ട് ഇങ്ങനെ ഒന്ന് പ്രൊട്ടക്ഷൻ എടുത്തോ. ഇവിടെ വല്ല പല്ലിയോ അണലി പാമ്പ് പാറ്റ എലി ഇതാണ് അവസ്ഥ. ഇവന്റെ ഇഷ്ടം ഇതാണ്. ഇവനിക്ക് ഇതാണ് ഇഷ്ടം. ഇവിടെ ഇങ്ങനെ കിടക്ക എനിക്ക് ഫീൽ ഫ്രീ. ഇതാ മമ്മൂന്റെ കൊട്ടാരം. ഇതാണ്. കൊറേ സമയം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വല്ല പാമ്പോ വലിയ കടിക്കും. അതുകൊണ്ട് ഞാൻ പോകുന്നു. മോനെ മമ്മൂന്റെ കൊട്ടാരത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. മമ്മൂന് ഇതാ ഇഷ്ടം. മമ്മൂന്റെ ഡിഫോൾട്ട് ഇതാ. മമ്മൂ ജനിച്ചത് ഇങ്ങനെയാണ്. മമ്മൂ ജീവിക്കുന്നത് ഇങ്ങനെയാണ്. ഈ വീട്ടിൽ ഏറ്റവും വൃത്തിയുള്ള റൂം ഇതല്ലേ? എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ നിന്റെ റൂമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക. ഇടയ്ക്കെങ്കിലും ഒന്ന് വൃത്തിയാക്കുക, മടക്കി വെക്കുക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തോന്നൂല? ഞാൻ കുറച്ച് മടിയനാവോണ്ട് പിന്നെ വേണ്ട, കുഴപ്പമില്ല.
അപ്പൊ ഒരു പുതിയൊരു കട്ടിൽ വാങ്ങി കൊടുക്കണോ? എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇവന് ഏതെങ്കിലും ഒരു എത്ര നല്ല വൃത്തിയുള്ള റൂം കൊടുത്താലും ഇപ്പൊ ഇവനെ മാറ്റിയിട്ട് അപ്പുറത്തെ റൂമിലേക്ക് ആക്കി വിചാരിക്കാം, 3 ദിവസം അതിനുള്ള ആ റൂം ഇതുപോലെ ആവും. അത് ഗ്യാരണ്ടിയാ. മുന്നേ നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്തും ഇങ്ങനെ തന്നെയാ. അന്നാ മുനുവിന്റെ റൂംമേറ്റ് ആക്ക്. അപ്പൊ പിന്നെ ഒരിക്കലും മുനുവനെ അടുപ്പിക്കൂല. പ്രത്യേകിച്ച് ഈ വീട്ടിലെ മെയിൻ ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സാ ഇവർ രണ്ടാളും. കാരണം അത്രയും വൃത്തി ചെയ്തും മെയിൻ ആയിട്ട് നോക്കുന്ന ഒരു OCD ആണ് മുനു. ഇവൻ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാ. ഇവൻ കക്കൂസി പോയാൽ പോലും വെള്ളം ഉപയോഗിക്കൂല. അങ്ങനത്തെ ഒരു ജന്മാണ് ഇവൻ. മറന്നു പോകുന്നല്ല. നിന്റെ റൂമിനെ കുറിച്ച് 2 വാക്ക് പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയാൽ ഇത് മൊത്തത്തിലൊന്ന് കാണിച്ചോ ചുറ്റി കാണിച്ചോ. ബ്രഷ് എല്ലാം ഇത് കട്ടിന്റെ മുകളിലായിരിക്കും. അത് ഉറങ്ങുമ്പോ ബ്രഷിന്റെ ഉറങ്ങി ഇവിടെ തന്നെ ബ്രഷ് ചെയ്തിട്ട് അവിടെ വെക്കും. അപ്പൊ ഈ വലിച്ചെറിഞ്ഞ് പോകുമ്പോ പിന്നീട് സാധനം കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് കഷ്ടപ്പെടൂലേ? പിന്നെന്ന് വെച്ചാ മമ്മൂന്റെ അലമാര നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് നല്ല ചിട്ട അടുക്കും ചിട്ടകളും കൂടി വെച്ച ഒരു അലമാര അല്ല. നല്ലതാ. തൊപ്പിക്കിടക്കുന്ന മടക്കിയൊക്കെ കൊടുത്തുകൂടെ? ഞാൻ അല്ല കുഴപ്പമില്ല. അല്ല പിന്നെ പാമ്പില്ലേ എന്നിട്ട് അപ്പൊ ഇവിടെ ഏതെങ്കിലും മൃഗങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും അതന്നെയല്ലേ പറഞ്ഞത്. ഇവിടെ പാമ്പുകൾക്കെല്ലാം ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇതാണ്. കാരണം ഒരു മാളത്തിനേക്കാളും ഒരു കാട്ടിനേക്കാളും എത്രയോ നല്ലത് ഭേദം ഇവർക്ക് ഇതാണ്. മഴയും കൊള്ളണ്ട. കൂട്ടിനൊരു കാണ്ടാമൃഗമുണ്ട്. മമ്മു സിംഗിൾ അല്ലേ? മമ്മു കല്യാണം കഴിക്കുന്ന കുട്ടിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് തോന്നിയിട്ടുണ്ട്. നീ കല്യാണം കഴിച്ചിട്ട് ഒരു പെണ്ണിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഓള വീടാണോ നീ കടത്തുക? എന്നിട്ട് നിങ്ങൾ എങ്ങനെ ഇവിടെ കിടക്കപ്പോ? അങ്ങനല്ല. അല്ല ഈ ഇത്രയും സാധനങ്ങളൊക്കെ ഇവിടെ ഒരു ഇത് കിട്ടുമോ നിങ്ങക്ക്? ഒരിക്കലും മാറൂല. അപ്പൊ ഉറപ്പാ? ഇവന് 1 വർഷത്തിന് മുകളിലായി എന്റെ കൂടെ. നമ്മള് ഒരു 3 ഡിഫറെന്റ് വീടുകൾ, 3 ഇത് 4ാമത്തെ വീട് നമ്മളെ അല്ല 3ാമത്തെ വീട്. ഈ 3 വീടുകളിലും മമ്മൂന്റെ റൂം ഒരുപോലെ ആയിരിക്കും. അത് വീടുകൾ മാറും പക്ഷെ മമ്മു മാറൂല. അത് അങ്ങനെയാണ്. മമ്മു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതിലൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കണ്ട. എത്ര നന്നാക്കി കൊടുത്താലും എത്ര വൃത്തിയാക്കിയാലും 1 ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം അതിനുള്ളിൽ ഇതുപോലെ വന്നപ്പോ ഇങ്ങനെ ആയിരുന്നില്ല. ഇങ്ങനെ ആക്കിയതാ ഇവൻ ഇതാ ഇഷ്ടം. ശ്രമിക്ക്. അപ്പൊ നിങ്ങള് ഈ റൂമിലൊന്നും ഇരിക്കാറുണ്ടോ? അതല്ലേ പറഞ്ഞത്. നമ്മൾ ഇവനെ കാണണമെങ്കിൽ ആ ജനലിൽ കൂടെ ഈ കൊരങ്ങനെല്ലാം നോക്കുന്ന പോലെ അതായത് ഈ സൂവിന്റെ ഉള്ളില് ഈ മറ്റേ പാമ്പുകളെല്ലാം ഉള്ളില് ഒരു ഇതിൽ വെക്കൂലേ, കൂട്ടിൽ വെക്കൂലേ, അതേപോലെ നമ്മളിങ്ങനെ ഈ ജനലിൽ കൂടെ നോക്കും. വിൻഡോയിൽ കൂടെ എത്തി നോക്കിയാടാ ഇങ്ങനെ സംസാരിച്ചിട്ട് നമ്മൾ പോകും. ഇതിന്റെ ഉള്ളിലേക്ക് ആരും കയറില്ല. അതിൽ ഞാൻ ആദ്യം പറഞ്ഞത് ഈ റൂമിൽ മമ്മു മാത്രമേ കയറും, വേറെ ആരും കയറില്ല. ബാക്കി എല്ലാവരും റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും ആൾക്കാർ.